മനുഷ്യരെ പോലെ ഒരു ഇണയെ കണ്ടെത്തി അവരോടൊപ്പം ജീവിക്കുക എന്നതാണ് പക്ഷികളുടെയും രീതി. എന്നാൽ ഇവർക്കിടയിൽ അപൂർവമായി വേർപിരിയലും ഉണ്ടാകാറുണ്ട്. ഇതിൽ കാലാവസ്ഥയും ഒരു പ്രധാന ഘടകമാകാറുണ്ട് എന്ന് ഗവേഷകർ വരെ ചൂണ്ടിക്കാണിക്കുന്നു. ഇന്ത്യ മഹാസമുദ്രത്തിലെ സീഷെൽസ് ദ്വീപിൽ കണ്ടുവരുന്ന പക്ഷികളാണ് സീഷെൽസ് കുരുവികൾ. ഈ കുരുവികൾ ഒരു കാലത്ത് വംശനാശ ഭീഷണി നേരിട്ടിരുന്നു. ലോകത്ത് ഏകദേശം 26 സീഷെൽസ് കുരുവികൾ മാത്രമാണ് ഒരു സമയത്ത് അവശേഷിച്ചിരുന്നത്. എന്നാൽ മികച്ച പരിപാലനം സീഷെൽസ് ദ്വീപിൽ അവയുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമായി. ഇവയ്ക്കിടയിൽ നടത്തിയ ഒരു പഠനമാണ് കാലാവസ്ഥ പക്ഷികളുടെ വേർപിരിയലിന് കാരണമാകുന്നു എന്ന് കണ്ടെത്തിയത്. വർഷം തോറും 1 മുതൽ 16% വരെ പക്ഷികൾ അവരുടെ ജീവിത കാലയളവ് അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഇണകളിൽ നിന്ന് വേർപിരിയാറുണ്ട് എന്നാണ് പഠനത്തിൽ പറയുന്നത്. ഇണകൾ തമ്മിലുള്ള മോശം ഒത്തൊരുമ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതിൽ പരാജയപ്പെടുത്തുന്നു. ഇത് പക്ഷികളെ അവരുടെ പങ്കാളിയിൽ നിന്ന് വേർപിരിയാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുക. എന്നാൽ ചില സന്ദർഭങ്ങളിൽ കാലാവസ്ഥയും ഇണകൾ തമ്മിലുള്ള വേർപിരിയലിന് കാരണമാകാറുണ്ട് എന്നാണ് ഗവേഷകരുടെ കണ്ടെത്തൽ. ശരാശരി 16 വർഷം വരെ സീഷെൽസ് കുരുവികൾ ഒരേ ഇണയ്ക്കൊപ്പം ജീവിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ കാലാവസ്ഥയിൽ വലിയ രീതിയിൽ മാറ്റം വന്ന വർഷങ്ങളിലെല്ലാം തന്നെ പക്ഷികൾക്കിടയിൽ വേർപിരിയൽ തോത് വളരെ കൂടുതലായിരുന്നു എന്നാണ് പഠനം കണ്ടെത്തിയത്. ആ വർഷങ്ങളിൽ ലഭിച്ച മഴയുടെ വിവരങ്ങളുമായി ചേർത്ത് വെച്ച് കുരുവികളുടെ ജീവിതത്തെ വിശകലനം ചെയ്യുകയാണ് ഗവേഷണത്തിൽ ചെയ്തത്. പ്രജനന കാലത്തിന് മുൻപ് 7 മാസം ഉണ്ടായ മഴ പക്ഷികൾക്കിടയിലെ വേർപിരിയൽ നിരക്ക് വർദ്ധിപ്പിച്ചതായും കണ്ടെത്തി. തീവ്രമായ വേനൽക്കാലത്തും സമാന രീതി ഉണ്ടായതായി ഗവേഷകർ വിലയിരുത്തി. 1997 സംഭവിച്ച എൽ നീനോ പ്രതിഭാസം ആ വർഷം തീവ്രമായ മഴയ്ക്ക് കാരണമായിരുന്നു. ആ വർഷം 15.3% സീഷെൽസ് കുരുവികളാണ് വേർപിരിഞ്ഞത് എന്നാണ് കണ്ടെത്തിയത്. ഇനി എങ്ങനെയാണ് കാലാവസ്ഥ പങ്കാളിത്ത സ്ഥിരതയെ ബാധിക്കുന്നത് എന്ന് നോക്കാം. പല സ്പീഷീസുകളിലും വേർപിരിയൽ പലപ്പോഴും പ്രജനനം പരാജയപ്പെടുത്തുന്നതുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവയാണ്. എന്നാൽ സീഷെൽസ് കുരുവികൾ വേർപിരിയുന്നതിന് അതൊരു കാരണമല്ല എന്നാണ് ഗവേഷകർ പറയുന്നത്. തീവ്രമായ കാലാവസ്ഥ പലപ്പോഴും ഭക്ഷണത്തിന്റെ ലഭ്യത, കൂട് നിർമ്മാണം, ആവാസ വ്യവസ്ഥ തുടങ്ങിയ കാര്യങ്ങളെയും ബാധിക്കാം. പ്രജനനത്തിന് മുൻപ് നീണ്ട കൊടും വേനൽ പക്ഷികളുടെ ആരോഗ്യത്തെ ബാധിച്ചേക്കാം എന്നാണ് പറയുന്നത്. അതുപോലെ മഴയുള്ള സമയങ്ങളിൽ ശരീര താപനില നിലനിർത്താനും ഇവയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇത് പക്ഷികളിൽ സ്ട്രെസ്സിന്റെ അളവ് കൂട്ടാനും സാധ്യതയുണ്ട്. ഇത് പങ്കാളിത്തം നിലനിർത്താൻ പ്രയാസമുണ്ടാക്കുന്നു. കാലാവസ്ഥയുടെ മറ്റൊരു വലിയ പ്രത്യാഘാതമാണ് ഇത് എന്നും പഠനത്തിൽ ഗവേഷകർ വ്യക്തമാക്കുന്നു. തീവ്രമായ കാലാവസ്ഥ പക്ഷികളിൽ ഉണ്ടാക്കുന്ന ആഘാതം അവരുടെ നിലനിൽപ്പിനെ തന്നെ വലിയ രീതിയിൽ ബാധിക്കും. സീഷെൽസ് വാർബ്ലർ പോലുള്ള പക്ഷികൾക്ക് ഇത്തരം തീവ്രമായ കാലാവസ്ഥ മാറ്റങ്ങളെ അതിജീവിക്കുക എന്നത് വളരെയധികം പ്രയാസമാണെന്നും ഗവേഷകർ പറയുന്നു.